ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയുമായാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് റാഗി ഇഡ്ഡലിയും അതുപോലെ അതിന് പെർഫെക്റ്റ് കോംബോ ആയിട്ടുള്ള ഒരു കപ്പലണ്ടി തേങ്ങാ ചട്നിയും നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് അര കപ്പ് അളവിൽ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള റാഗി ഇഡ്ഡലി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉഴുന്ന് ഞാൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ഇത് കുതിർക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കവർ ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ റാഗിപ്പൊടി കൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന് കുതിർക്കുന്ന സമയത്ത് തന്നെ മുഴുവൻ റാഗി കുതിർത്ത് ഒന്നിച്ച് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് കുതിർക്കാൻ വേണ്ടി 4 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിനായി ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന് മുഴുവനായി ഇതിനകത്തേക്ക് ചേർത്ത ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ഇവിടെ ഞാൻ 1/4 കപ്പ് അളവിലാണ് ചോറ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചോറിന് പകരം അവൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സ് ചേർത്ത വെള്ളത്തിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഇഡ്ഡലി നന്നായി പൊങ്ങി വരികയും നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബൗളിനകത്തേക്ക് ചേർത്ത ശേഷം പിന്നീട് മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് റാഗി പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിൽ റാഗി പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്നും വാങ്ങിയ റാഗി പൊടി കൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ച റാഗിപ്പൊടി കൊണ്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ റാഗിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത ശേഷം ഞാനിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പൂണിന് പകരം കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ആ ഉഴുന്നിനകത്തേക്ക് റാഗി പൗഡർ നന്നായി മിക്സായി കിട്ടുന്ന സമയം വരെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഞാനിതിവിടെ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഞാനിത് തലേന്ന് രാത്രി അരച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് ഇത് റാഗി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ചതിന് ശേഷം തട്ടിനകത്തേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ തവി മാവ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നമ്മൾ ആദ്യം തന്നെ തടവി കൊടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഒരു തട്ടിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം ഞാൻ അടുത്ത തട്ടിനകത്തേക്കും മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം മാവ് ചേർത്ത് കൊടുക്കുക. ആ ഇഡ്ഡലി തട്ട് നന്നായി ചൂടായി നിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ ബാറ്റർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ചട്നി തയ്യാറാക്കിയെടുക്കാം. ഇതിനായി മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു ചെറിയ പീസ് വാളൻ പുളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി വേണ്ട എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഒരു ചെറിയ പീസ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നിലക്കടല വറുത്തതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ ഫൈൻ പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടില്ല. കുറച്ച് തരിയോട് കൂടിയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പുതിന ഇല ഉണ്ടെങ്കിൽ രണ്ട് ഇല പുതിന ഇലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മല്ലിയില ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കൂടുതൽ അരയ്ക്കുന്നില്ല. അതിനുശേഷം ഞാനിത് ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല, കുറച്ച് തരിയോടുകൂടെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മല്ലിയില ചേർത്തിട്ട് കൂടുതൽ അരച്ച് കഴിഞ്ഞാൽ ചട്നിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഇത് ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊരു കുറച്ച് ലൂസായ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചട്നിക്ക് എത്രമാത്രം ലൂസായ കൺസിസ്റ്റൻസി വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് താളിച്ച് ചേർക്കണം. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് നെടുകെ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ചട്നിയിലേക്ക് താളിച്ച് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും നിലക്കടലയും ചേർത്ത ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലിയെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ഞാൻ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്നും ഇഡ്ഡലി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാവ് ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ പറ്റി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 തട്ടിലെയും ഇഡ്ഡലി ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഇഡ്ഡലി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശയും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻസിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം കുറച്ച് കൺസിസ്റ്റൻസി ഈ രീതിയിലൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ദോശ ബാറ്റർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 തവി മാവൊക്കെ ഒഴിച്ച് നല്ല നേർമയിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ റാഗി ദോശയും ഇഡ്ഡലിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് പെർഫെക്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ചട്നിയും ചേർത്ത് ഞാനിതിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.